അങ്ങനെ നമ്മൾ രാവിലെ ഇറങ്ങിയിട്ടോ വീട്ടിൽ നിന്ന്. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ രാവിലെ ഡിപ്പോയിൽ പോകണം. എന്താ പറയുക, കുറച്ച് സോർട്ട് ചെയ്യാനുണ്ട്. സോർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മൺഡേ ഈസി ആയിരിക്കും. അപ്പോൾ ഞാൻ വന്ന വഴിക്ക് നേരെ മക്ഡൊണാൾഡ്സ് കയറി ഒരു കോഫിയൊക്കെ മേടിച്ചു. ഈ കോഫിയൊക്കെ കുടിച്ച് തീരുമ്പോഴത്തേനും നമ്മൾ ഡിപ്പോയിൽ ചെല്ലും. പിന്നെ നമുക്ക് ആ പാർസലൊക്കെ സോർട്ട് ചെയ്ത് വെച്ചാൽ നമ്മുടെ വർക്ക് സംബന്ധമായ എല്ലാ പരിപാടികളും ഇന്ന് തീരും. പിന്നെ ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് ഫുട്ബോൾ കളി ഉണ്ട്. നമ്മൾ ഫുട്ബോൾ കളിക്കാൻ പോകണം. അതാണ് ഇന്നത്തെ പ്ലാൻ നിലവിൽ. അത് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. നമുക്ക് നോക്കാം. രാവിലെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് പുറത്ത്. ഞാനിങ്ങനെ ഇറങ്ങി ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ നമ്മുടെ സാറ്റർഡേയിലെ സോർട്ടിങ് തീർന്നു. അതേണ്ടില്ലേ ഈ ഇരിക്കണ മൊത്തം 3 TCP സോർട്ട് ചെയ്ത് വെക്കാനായിരുന്നു. എല്ലാം സോർട്ട് ചെയ്ത് വെച്ചു. ഇത് നേരെ നമ്മൾ പോവുകയാണ്. വണ്ടി ഒന്ന് വാഷ് ചെയ്യണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ടെന്ന്. അങ്ങനെ നമ്മുടെ സാറ്റർഡേയിൽ ഡെലിവറി കഴിഞ്ഞു. ഇതേ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടു. ഇനി നേരെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നേരെ ഡ്രസ്സ് മാറുന്നു. നമ്മൾ ഫുട്ബോൾ കളിക്കാൻ പോകുന്നത്. നമ്മളങ്ങനെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ തുണി വാഷ് ചെയ്യാനിട്ടുണ്ടായിരുന്നു. നമ്മൾ തുണി ഉണങ്ങാൻ പോകണം. ഇനി അതിനിടെ നമുക്ക് ഫുഡ് ഉണ്ടാക്കണം. അതൊന്ന് ഒരു തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി ആയിട്ടുണ്ടാക്കണേ. എന്നാൽ നമ്മൾ ഉച്ചയ്ക്ക് വൈകാണ്ട് തട്ടിക്കോട്ട് ബിരിയാണി ഉള്ള സെറ്റാണ്. കുക്കർ ബിരിയാണി. നമ്മുടെ വീടിൻ്റെ പുറകിട്ട് ഇറങ്ങിയിട്ട് കുറേ നാളായിട്ടും മാൻഡറിനൊക്കെ പഴുത്ത് ഇഷ്ടം പോലെ കിടക്കുന്നു. എന്താ എബിൻജി? എൻ്റെ മോനെ എന്തൊരു സാധനടാ! ഞാനിങ്ങോട്ട് വരാറില്ലാന്നേ. ഇതൊക്കെ പഴുത്തതേ പഴുത്ത പണ്ടാരടങ്ങിയില്ലേ? മധുരം ഉണ്ടാ? കഴിച്ചു നോക്കിയായിരുന്നോ? ഇത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായില്ല ഈ സാധനം. കഴിഞ്ഞ വർഷത്തിന് എന്തോ പറ്റി. മധുരം കുറവാ. പുളിയും കുറവാ. മഴ പെയ്തിട്ട് മധുരം ഉണ്ടായിരുന്നീ തകർത്തേനെ. നല്ല മഴ. പക്ഷെ ഈ പ്രാവശ്യം ഉണ്ടല്ലോടാ, ഈ പ്രാവശ്യം പല ഫ്രൂട്ട്സും ഉണ്ടായില്ലെന്ന് അറിയില്ല. ഗ്രേപ്പൊക്കെ ആണെങ്കിൽ പോലും കുറച്ചുണ്ടായുള്ളൂ. ഇതേ സാധനം നമ്മളിതേ ആ റെഡ് ഗ്രേപ്പ് വെട്ടി നിർത്തിയതല്ലേ, സാധനത്തിൽ ഒന്നും ഉണ്ടായില്ല. വരുന്നില്ല. ഗ്രീൻ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം വെട്ടാണ്ട് നിർത്തിയിട്ട് ഇഷ്ടം പോലെ സാധനം ഉണ്ടായിരുന്നു ഗ്രീനില്. ഒന്നും അല്ല അല്ലേ? ഇതെല്ലാം കറക്റ്റ് പാകായി. കറക്റ്റ് മധുര. പക്ഷെ ഇത് മഴ പെയ്തുകൊണ്ടല്ല, അല്ലെങ്കിൽ കുഴപ്പമില്ല. മഴ പെയ്തില്ലായിരുന്നു നല്ല മധുരം കിട്ടിയത്. അത് ഈ ലെമണില്ലേ, ലെമൺ ഇതിൻ്റെ അകത്തും നിറച്ചുണ്ടായിക്കൊണ്ടിരുന്ന, പക്ഷെ ഈ പ്രാവശ്യം ഇല്ല. ഉണ്ട്, പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായത്ര ഇല്ല. വർക്ക് തിരക്ക് കാരണം നമ്മൾ ഇതിൻ്റെ പുറകിട്ടൊന്നും ഇറങ്ങാറില്ലല്ലോ. മാൻഡറിനൊക്കെ ഇങ്ങനെ പഴുത്ത് പണ്ടാരടങ്ങിയിരിക്കുക. ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ബിരിയാണിയുടെ പണിപ്പുരയിലാണല്ലോ. റൈസ് ഓൾറെഡി നമ്മൾ ദമ്മിട്ട് ചിക്കൻ്റെ മസാല സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ തൈരില്ലാത്തതുകൊണ്ട് തൈര് മേടിക്കാൻ ആളെ ഇട്ടേക്കുക. തൈര് വന്നാലാണ് നമുക്കിന് പണിയുടെ കഴിക്കുന്നത്.
നമ്മളുണ്ടല്ലോ ചിക്കൻ മസാല അടിക്കാൻ വേണ്ടി കുക്കറിനകത്ത് സെറ്റാക്കി വെച്ചോളൂ. ശരിക്കും ഇത്ര ഒതുക്കി കൊടുക്കാൻ ആകെ സമയം. അവിടെ നിന്ന് പാത്രം നോക്കി നമുക്കിന്ന് വെള്ളം ഒന്ന് വറ്റിച്ചിടാം. നമ്മളുണ്ടല്ലോ തുണി ഉണങ്ങാൻ വേണ്ടി വന്നേക്കോട്ടോ. അരമണിക്കൂർ സമയം എടുക്കും, ഉണങ്ങി കിട്ടും. അതുകൊണ്ട് അവിടെ വെയിറ്റ് ചെയ്യാം. ഇവിടെയാണെങ്കിൽ തുണി ഉണങ്ങാനുണ്ട്. ഞാനിവിടെ വന്നിട്ട് ഒരു അരമണിക്കൂറായിട്ട്, അതായത് 30 മിനിറ്റത്തേന് $7 കൊടുത്ത് ഞാൻ നമ്മുടെ 30 മിനിറ്റ് കൊണ്ട് നമ്മുടെ തുണിയൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഇവിടെ വിൻ്റർ ആയതുകൊണ്ട് തണുപ്പല്ലേ, പുറത്തിട്ട് ഉണക്കിയെടുക്കാനും വലിയ പാടാണ്. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യണം. ഇതാണ് നമ്മുടെ തുണി ഉണങ്ങുന്ന വിഷയം. എൻ്റെ ഏകദേശം സമയം തീരാറില്ല. 1 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി തീരും. അങ്ങനെ രാത്രിയായിട്ട് നമ്മൾ തുണിയൊക്കെ ഉണങ്ങി കൗണ്ട് ഡൗണിലൊക്കെ പോയി സാധനങ്ങളൊക്കെ മേടിച്ചു. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ അവസാനിച്ചു കേട്ടോ. നാളെ നമ്മുടെ ഫുട്ബോൾ മാച്ചും കാര്യങ്ങളൊക്കെയാണ്. നാളെ ഫുൾ ബിസി ആയിരിക്കും. സൺഡേ അങ്ങനെ പോവും. അപ്പം ഇന്നത്തെ പരിപാടികളും വിശേഷങ്ങളൊക്കെ ഇന്ന് അവിടെ അവസാനിക്കും കേട്ടോ. അപ്പോൾ പിന്നെ സൺഡേ ഫുൾ ബിസിയാണ്. നാളെ ഫുട്ബോൾ മാച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ബിസി ആയിരിക്കും. അപ്പോൾ ഇനി വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. അപ്പോൾ നാളെ ഒരു അടിപൊളി കിടക്കാച്ചി വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ. നേരെ വീട്.